നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA സോഷ്യോളജി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രോജക്ട് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് പ്രോജക്ട് പ്ലാനിംഗ് എന്നാണ്. അതായത് നമുക്ക് രണ്ട് ബ്ലോക്കുകളാണ് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് പ്രോജക്ട് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചും, രണ്ടാമത്തെ ബ്ലോക്ക് ആ പ്രോജക്റ്റിന്റെ എക്സിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഫസ്റ്റ് ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. അതായത് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പരിചയപ്പെടാം. ശരി, അപ്പൊ എന്താണ് പ്രോജക്റ്റ്? അത് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണമല്ലോ. എന്താണ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാല്, പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ നിശ്ചിത ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് നമ്മൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രോജക്റ്റ് പ്ലാനിങ്ങിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ച്വലി ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം പ്ലാൻഡ് ആണെങ്കിലേ നമുക്ക് അതിന് പ്രോജക്റ്റ് എന്ന് പറയാൻ പറ്റൂ. കാരണം നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ നിശ്ചിത ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രോജക്റ്റ് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, പ്രോജക്റ്റിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ചില റിസോഴ്സ്, നമുക്കൊരു പ്രോജക്റ്റിന് ചില റിസോഴ്സസ് വേണം അല്ലെ. അപ്പൊ ഓരോ റിസോഴ്സസും എങ്ങനെയാണ് കൃത്യമായിട്ട് വിന്യസിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ധാരണ കിട്ടാൻ ഒരു പ്രോജക്റ്റിന് ഒരു പ്ലാനിങ് ആവശ്യമാണ്. അതുപോലെ എക്സ്പെൻഡിച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെലവ് നിയന്ത്രിക്കണം അല്ലെ. അല്ലെങ്കിൽ ചെലവ് അങ്ങനെ അനന്തമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. സോ കൃത്യമായിട്ട് ചെലവ് നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് വേണം. അതുപോലെ തന്നെ പലപ്പോഴും ചില റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അപകട സാധ്യതകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെയൊക്കെ മാനേജ് ചെയ്യാനും കൃത്യമായിട്ട് പ്ലാനിങ് വേണം. അതുപോലെ തന്നെ പ്രോജക്റ്റിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനും നമുക്ക് ആ ഒരു പ്ലാനിങ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് പ്രോജക്റ്റ് പ്ലാനിങ്ങിന്റെ സ്റ്റേജസിനെ കുറിച്ച്, ഘട്ടങ്ങളെ കുറിച്ചാണ്. അതില് ഈ പ്രോജക്റ്റ് പ്ലാനിങ്ങിന്റെ ലക്ഷ്യങ്ങള്, അതിന്റെ സ്കോപ്പ്, ഇതിനെ കുറിച്ചൊക്കെയാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യമായിട്ട് ടാസ്ക് ഐഡന്റിഫിക്കേഷൻ ബ്രേക്ക് ഡൗൺ, അതായത് പ്രവർത്തനങ്ങളുടെ തിരിച്ചറിയലും വിഭജനവും. എന്തൊക്കെയാണ് ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്തെങ്കിലാണ് നമുക്ക് ആ ഒരു പ്രോജക്റ്റ് ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യണമെങ്കിൽ പലപ്പോഴും നമ്മളൊരു റിസർച്ചിന്റെ ടോപ്പിക് കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രോജക്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു പ്രോബ്ലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പ്രോജക്റ്റുകൾ ചെയ്യാറുണ്ട്. ഇനി അതിനു വേണ്ടിയിട്ടുള്ള സമയം, ചെലവ്, വിഭവങ്ങൾ, ഇതിനെയൊക്കെ ആസൂത്രണം ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരു സമയം, ഒരു ഷെഡ്യൂളിംഗ് നടത്തേണ്ടതുണ്ടാവും. അതുപോലെ തന്നെ ചില പല തരത്തിലുള്ള പ്രോജക്റ്റിന്റെ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഏത് മെത്തേഡാണ് നമ്മൾ ഇതിന് ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ കൃത്യമായിട്ട് പ്രോജക്റ്റ് പ്ലാൻ ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ ചെലവ്, ഏത് മേഖലയിലേക്ക്, ഒരു പ്രോജക്റ്റിന് പല ഘട്ടങ്ങളുണ്ടല്ലോ. അപ്പൊ ഇത് ഏത് മേഖലയ്ക്കാണ് കൂടുതൽ നമുക്ക് പണം വകയിരുത്താൻ സാധിക്കുക, ഏത് മേഖലയിലാണ് ഏറ്റവും കുറച്ച് എന്നൊക്കെ തീരുമാനിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അത്യാവശ്യമാണ്. ഇനി ഒരു പ്ലാനിങ് അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം അതിനെ നടപ്പിൽ വരുത്തണം, അതിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം. ഇനി നമുക്ക് ഒരു പ്രോജക്റ്റ് ക്രമീകരിക്കാൻ എന്തെല്ലാം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നിർവഹിക്കാൻ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തേത് അതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചിട്ട് ഒരു വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് അതിന്റെ ഡോക്യുമെന്റേഷൻ ആണ്. ആ പ്രൊജക്റ്റിനെ ഡോക്യുമെന്റ് ചെയ്യണം. ഇനി പിന്നീട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതുപോലെ അതിനെക്കുറിച്ച് പഠനം നടത്തേണ്ടതായിട്ടുണ്ട് അല്ലെ. പ്രോജക്റ്റിനെ നമ്മൾ ഇവാലുവേഷൻ നടത്തണം, അതിനെക്കുറിച്ച് പഠനം നടത്തണം. കൂടാതെ തന്നെ അതിന്റെ പ്രോജക്റ്റ് അതിന്റെ ലക്ഷ്യം നേടിയിട്ടില്ലേ, അല്ലെങ്കിൽ ഇനി എത്രത്തോളം നേടാനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കൂടാതെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഭാവിയിൽ, ഫ്യൂച്ചറിൽ ഇനി തയ്യാറാക്കേണ്ട പ്രോജക്റ്റുകൾ, ഏതൊക്കെ പ്രോജക്റ്റ്, എന്തിനെ കുറിച്ചാണ് ഇനി പ്രോജക്റ്റ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് ധാരണ കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. ഇനി ഈ പ്രോജക്റ്റ് പ്ലാനിങ്ങിന് ചില ടൂൾസ് ഉണ്ട്, ഉപകരണങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ച് പലപ്പോഴും അത്ര ഫെമിലിയർ അല്ലാത്ത ചില ടേംസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നന്നായിട്ട് ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഒന്നാമത്തേത്
ഗ്യാൻ ചാർട്ട് എന്ന് പറയുന്നത് GANTT, ഗ്യാൻ ചാർട്ട്. അതായത് സമയക്രമം നിർവചിക്കാനാണ് ഈ ഗ്യാൻ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്നാണ് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് എന്ന് പറയുന്നത് PERT, PERT എന്ന് നമ്മൾ പറയും, PERT. ഓക്കെ, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കാണ്. അതായത് പ്രവർത്തന ദൈർഘ്യം കണക്ക് കൂട്ടാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ദെൻ CPM ആണ്. CPM എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആണ്. ഇപ്പൊ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഈ പ്രോജക്റ്റ് പൂർത്തിയായോ എന്നറിയാനുള്ള ഒരു ടൂളാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ പല രീതിയിൽ ഇതിൽ ഏത് ടൂള് ഒക്കെയാണ് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോജക്റ്റ് കൃത്യമായിട്ട് വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് കൃത്യമായ ഒരു പ്രവർത്തന പദ്ധതിയും കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണവും ഒക്കെ നിർബന്ധമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോജക്റ്റ് സൈക്കിളിനെ കുറിച്ചും അതുപോലെ പ്രോജക്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചുമാണ്. പ്രോജക്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത് മുതൽ അത് കംപ്ലീറ്റ് ആകുന്നത് വരെയുള്ള ഒരുപാട് ഘട്ടങ്ങളുണ്ട് അല്ലെ, സ്റ്റേജസ് ഉണ്ട്. ഇതേ സമയം അതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, എന്നാൽ ഇനി പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സും അതിന് കുറെ ടെക്നിക്സ് ഉണ്ട് അല്ലെ, ചില തന്ത്രങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് പ്രോജക്റ്റ് സൈക്കിള്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രോജക്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിന്റെ ഓരോ ഘട്ടങ്ങളെയും നമ്മളൊരു സൈക്കിളാണ്, ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണ് ഇത്. അപ്പൊ ഒന്നാമത്തേത് ഇനീഷിയേഷൻ ഫേസ് ആണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമ്മള് ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു ഘട്ടം അല്ലെ, ഒരു ആശയവൽക്കരണം എന്നൊക്കെ പറയാം, ആശയവൽക്കരണത്തിന്റെ ഒരു ഘട്ടം. ഇനി ഒരു കൃത്യമായിട്ട് നമുക്ക് പ്രോജക്റ്റിന് ലക്ഷ്യം ഉണ്ടായിരിക്കും, പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിർവചിക്കുന്ന ഒരു ഘട്ടമാണ്. ഇനി ഇവിടെ നമ്മൾ ഫീസിബിലിറ്റിയെ, ഒരു പഠനത്തിന്റെ സാധുതയും അതുപോലെ അതിന് സാമ്പത്തികവും സാങ്കേതികവും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ഘട്ടമാണ്. ഇനി നമ്മൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്, ആസൂത്രണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതിന് പ്രോജക്റ്റിന് എന്തൊക്കെ ടാസ്കുകളാണ് പ്രോജക്റ്റിലുള്ളത് എന്ന് നിർവചിക്കുന്ന ഒരു വർക്ക് ബ്രേക്ക് ഡൗൺ സെക്ടർ എന്നാണ്, സ്ട്രക്ചർ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് WBS എന്നാണ്, വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളൊരു നേരത്തെ പറഞ്ഞ സമയക്രമം, ഗ്യാൻ ചാർട്ട്, അങ്ങനെയൊക്കെയുള്ള സമയക്രമം തയ്യാറാക്കലാണ്. കൂടാതെ ബജറ്റ് തയ്യാറാക്കണം, എത്ര ചെലവ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാകും. പിന്നെ എന്തെങ്കിലുമൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇനി പ്രോജക്റ്റ് മാനേജ്മെന്റ് ആ പ്രോജക്റ്റ് വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു മാൻ പവർ, അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് ചെയ്യുന്ന ആൾ എടുക്കുന്ന എഫേർട്ട്, അതാണ് പ്രൊജക്ട് മാനേജ്മെന്റ്. അപ്പോൾ പ്രൊജക്ട് മാനേജ്മെന്റിന് ഒരു ടൈം മാനേജ്മെന്റ് വളരെ അത്യാവശ്യമാണ്. സമയക്രമം പാലിക്കാനുണ്ട് അല്ലെ, അതുപോലെ അതിന്റെ കോസ്റ്റ് മാനേജ് ചെയ്യാനുണ്ടാവും, ചെലവ് മാനേജ് ചെയ്യാനുണ്ടാവും, അതുപോലെ തന്നെ ഗുണമേന്മ, ക്വാളിറ്റി മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കൂടാതെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരുന്നുണ്ട്. കാരണം ഒരു ടീം, ഇപ്പൊ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തുന്ന ടീമിന്റെ ആ ഹ്യൂമൻ റിസോഴ്സ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് പ്രോജക്റ്റിൽ റിസൾട്ട് കിട്ടുക. കൂടാതെ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റ്, ഈ ടീമിനകത്ത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നാലാണ് പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ചിലേക്ക് എത്തുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടൂള് ഈ ഗ്യാൻ ചാർട്ട് ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ PERT ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. അതുപോലെ തന്നെ CPM നേരത്തെ പറഞ്ഞ അതേ സെയിം സംഗതിയാണ്, ടൂളാണ്. ഇനി പ്രോജക്റ്റ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്? പ്രോജക്റ്റ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്തിനൊക്കെയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ടൈം കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടൈമിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഒരു പ്രോജക്റ്റ്. അപ്പൊ നമ്മൾ ടൈം എത്രയാണെന്ന്, അല്ലെങ്കിൽ എത്ര ടൈം ഇതിനെടുക്കും എന്നൊക്കെ നോക്കുന്നത് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ സഹായിക്കും. രണ്ടാമത്തേത് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ ബഡ്ജറ്റ് ഇത്ര എമൗണ്ടിനുള്ളിൽ ഇത് നിന്നോ, അല്ലെങ്കിൽ അത് പ്രോജക്റ്റ് പിന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാഹചര്യങ്ങൾ വരുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കത്
എത്ര പേരെ അതിനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ഏതൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമാണ്. കൂടാതെ ഇവർക്കിടയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ ഇതാണ് പ്രോജക്റ്റ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിൾ ആണ്. 2-3 ആവർത്തി നോട്ട്സ് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. താങ്ക് യു.